Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കേ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. When pressure is applied to fluid, the pressure change is transmitted to every part of the fluid without any loss. Which of the following laws explain this phenomenon? നമ്മൾ പഠിച്ചതാണ് ഈ ഒരു ലോ എന്താണെന്ന് അല്ലേ. നമ്മൾ ഒരു എക്സ്റ്റേണൽ പ്രഷർ ഒരു ഫ്ലൂയിഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പ്രഷർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ഡയറക്ഷൻസ്. അത് ഏത് ലോ ആണ്? ഇറ്റ് ഈസ് പാസ്കൽസ് ലോ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ പഠിച്ച ഒരു തിയറിയാണിത് അല്ലേ. Viscosity is the property of fluids by virtue of which they viscosity എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി ആണ്. Virtue which they oppose the relative motion of its parts അല്ലേ. അതിന്റെ റിലേറ്റീവ് മോഷൻ ഓഫ് പാർട്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. A liquid distributed by string comes to rest due to viscosity. Okay, ഒരു ലിക്വിഡ് disturbed by string comes to rest due to viscosity. ഒരു string ആണ് നമുക്ക് ഒരു disturbance വരുന്ന റെസ്റ്റിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? Because of the viscosity. It is an opposing force എന്ന് വേണമെങ്കിൽ പറയാം. With the rise of temperature, the viscosity of fluid become decreases. Okay, temperature increase ആകുമ്പോൾ ഒരു ലിക്വിഡിന്റെ viscosity എന്ന് പറയുന്നത് reduce ആകും. Option B is the right answer. Bernoulli's principle is based on the law of conservation of energy. Energy conservation law യെ ബേസ് ചെയ്തിട്ടാണ് Bernoulli's principle നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. The working of Venturi meter is based on. Venturi meter എന്തിന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്നതാണ്? Because of Bernoulli's theorem. Bernoulli's theorem ബേസ് ചെയ്തിട്ടാണ് നമ്മൾ Venturi meter വർക്കിംഗ് ആവുന്നത്. The working of atomizer depends. Atomizer എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? Based on Bernoulli's theorem ആണ്. Okay, Bernoulli's theorem ബേസ് ചെയ്തിട്ടാണ് Venturi meter, atomizer ഒക്കെ വർക്ക് ചെയ്യുന്നത്. Soap bubble attains spherical shape due to dash. എന്തുകൊണ്ടാണ് സോപ്പ് ബബിൾസിന് സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത്? ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ റീസൺ കാരണമാണ് സോപ്പ് ബബിൾസിന് സ്പെറിക്കൽ ഷേപ്പ് കിട്ടാനുള്ള റീസൺ. സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ് ഓൺ atmospheric pressure, nature of the liquid, temperature of the liquid, all of the above. So surface tension എല്ലാത്തിനെയും ഡിപെൻഡ് ആണ് അല്ലേ. atmospheric pressure, nature of the liquid, temperature of the liquid എല്ലാത്തിനെയും ഡിപെൻഡബിൾ ആണ്. So option D is the right answer. Kerosene oil rises up in the wick of lantern because of surface tension. നമ്മൾ ഇത് പഠിച്ചതാണ് അല്ലേ. Kerosene oil rises up the wick of lantern because of the surface tension. Option A is the right answer. Insects can move on the surface of water without sinking. ഇൻസെക്റ്റുകൾക്ക് വെള്ളത്തിൽ മുങ്ങാണ്ട് നടക്കാനായിട്ട് സർഫസിലൂടെ നടക്കാനായിട്ട് സാധിക്കും ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ ഓഫ് ദ വാട്ടർ. ഇതൊക്കെ സർഫസ് ടെൻഷൻസിന്റെ ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, two capillary tubes of different diameters are dipped in water. The rise of water is greater in the tube of smaller diameter. രണ്ട് ഡിഫറെന്റ് ഡയമീറ്ററിലുള്ള കാപ്പിലറി ട്യൂബുകൾ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ ഏതിനാണോ ഡയമീറ്റർ കുറവ് അവിടെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് വെള്ളം റൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വാട്ടർ റൈസസ് ഇൻ പ്ലാന്റ് ഫൈബേഴ്സ് ഡ്യൂ ടു നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. വെള്ളം ഒരു ടാൾ ട്രീയിലടക്കം നമുക്ക് ലീഫുകളിലേക്ക് വെള്ളം എത്തുന്നത് ബിക്കോസ് ഓഫ് കാപ്പിലാരിറ്റി കാരണമാണ്. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. If the fluid level falls in a capillary, then radius of the capillary will increases. Fluid levels fall ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റേഡിയസ് എന്ന് പറയുന്നത് എന്താകും? ഇൻക്രീസ് ആകും. ഓക്കെ, കാപ്പിലറി റേഡിയസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും. Which one of the following is not a result of surface tension? Surface tensionന്റെ റിസൾട്ട് അല്ലാതെ എന്താണ്? Nearly spherical drop of rain, capillary rise, removal of dirt by a soap or detergent, flow of liquid. Option D is not because of surface tension. അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.